ഇന്നസെന്റ് ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, നാളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം. കേട്ട വഴി ഞാൻ തകർന്നു പോയി. ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ്, പള്ളിയിൽ അച്ഛന്റെ വേഷമാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈറ്റുകൾ ഇട്ടിരിക്കുകയാണ് ആ സീനിന് വേണ്ടി. സ്പോട്ട് ലൈറ്റ്, ഇത് ക്യാമറ വെച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു. പെട്ടെന്ന് നമുക്കിതൊക്കെ തോന്നും. മകന്റെ കുട്ടികൾ 7 വയസ്സ് മറ്റോ ഉള്ളൂ. അവരൊന്ന് കോളേജിൽ പോകുന്നത് കാണാൻ ദൈവമേ നീ സമ്മതിക്കില്ല അല്ലേ? പിന്നെ തോന്നി മമ്മൂട്ടി, മോഹൻലാല്, ജയറാം, എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ ജഗദീഷ്, മുകേഷ്, ഇവരൊക്കെ ആയിട്ട് ഇനി ഒരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് സാധിക്കില്ല അല്ലേ? ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആ നിമിഷത്തിൽ എനിക്ക് തോന്നിയത്. ആ ദിവസം ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുകയാണ്. ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്നത് എന്റെയാണ്. 6 പേജ് ഡയലോഗ് ഉണ്ട്. ഒരു പേജ് പോലും സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പദ്യം പോലും പഠിക്കാൻ പറ്റാത്ത ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും ആ ഡയറക്ടർ എന്ന് പറഞ്ഞു, വെളിച്ചം പോകണോ? എൻ്റെ മനസ്സിൻ്റെ അകത്ത് എൻ്റെ വെളിച്ചം പോകുന്ന കാര്യമാണ്. അതൊന്നും അവരോട് ഞാൻ പറയാൻ പോയില്ല. ഒരു ധൈര്യം. ആ സ്ക്രിപ്റ്റ് എടുത്തു. 2 പ്രാവശ്യം ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, എടുക്കാം. ആ 6 പേജ് ഒറ്റ ടേക്കിന് ഓക്കെ ആയി. പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞു. ഗംഗാധരൻ ഡോക്ടറെ എടുക്ക ചെന്നു. അദ്ദേഹം ഞാനും എൻ്റെ മകനെയും കൂട്ടി ചെന്നു. മകനെയും കൂട്ടി വരണം എന്ന് പറഞ്ഞു. ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു, ഇന്നസെന്റ്, നിങ്ങൾക്ക് ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു, ഇനിയപ്പോ നമുക്ക് നോക്കാം. ഞാൻ മാത്രമല്ലല്ലോ, ദൈവമില്ലേ? ഇക്കണ്ട ആളുകളില്ലേ, തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരുടെയൊക്കെ പ്രാർത്ഥന പോരെ? അവിടെ നിന്ന് ചികിത്സ തുടങ്ങി. ആ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് അത് ഇവിടെ രോഗികളുണ്ട് എന്നറിയാം. രോഗിയോട് രോഗമില്ലാത്തവർ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൂടെ പറയുകയാണ്. ഞാനൊരു ചാരുകസേരയിൽ എൻ്റെ മുടി മുഴുവനും പോയി. കീമോ കഴിഞ്ഞ് വെറും മുട്ടത്തലയായി, ഒറ്റ മുടിയില്ല. കൺപുരികം പോയി, വണ്ണം കുറഞ്ഞു. ചാരുകസേരയിൽ വീടിന്റെ ഇറയത്ത് ഞാൻ കിടക്കുമ്പോൾ പള്ളിയിൽ പോയി വരുന്നവര്, അമ്പലത്തിൽ പോയി വരുന്നവര് ഒരു വഴിപാട് പോലെ അവരവിടെ നിന്ന് പറയും, ഇന്നസെന്റ് അവിടെ കിടക്കേണ്ടതാ തോന്നണേ, എത്ര കാലം ഉണ്ടാവുന്ന ആർക്കറിയാം, ഒന്ന് പോവല്ലടി. അങ്ങനെ ഇവര് വരുന്നു. പള്ളിയിൽ പോയ ചേട്ടത്തിയന്മാര് വന്നു കഴിഞ്ഞതിന് ശേഷം, വന്നു കഴിഞ്ഞിട്ട് പിന്നെന്താണ്, സുഖല്ലേ എന്നൊക്കെ, വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചവർക്ക് പോവാം. അവരൊന്നും മിണ്ടണില്ല, നല്ലവരാണ്. അവർ ഈ 5 പേരും ഒരേ, ഞാൻ ഡാൻസിന്റെ സ്റ്റെപ്പാന്നാ വിചാരിച്ചേ, ഒരേ നിലയ്ക്ക് ഇങ്ങനെ ഒരു ഇരിപ്പ. അപ്പൊ തന്നെ എൻ്റെ ആത്മാവ് പതുക്കെ മുകളിലേക്ക് പൊന്തി തോന്നി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവര് പറയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ സഹോദരൻ ഇന്നസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഇവിടെ വേണ്ട. അല്ല, അതല്ല, അത് ഇവിടെ തന്നെ വേണം, ഞങ്ങള് പ്രാർത്ഥിക്കാം, ഞങ്ങൾ 5 പേരില്ലേ. അപ്പോഴേക്ക് ആലീസ്, ഈ ആലീസ് എന്ന് പറയുമ്പോൾ അയൽവക്കത്തെ സ്ത്രീയെന്ന് വരികയല്ല കേട്ടാ, എൻ്റെ ഭാര്യയാണ്. അവര് വന്നിട്ട് പറഞ്ഞു, അവരുടെ ആഗ്രഹമല്ലേ, അവർ പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരൻ ഇന്നസെന്റിനെ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്റെ പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ താഴ്ത്തിക്കിട്, കയ്യിൽ ഏൽപ്പിക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ കുരിശ്, ഇനി ബാക്കിയുള്ള കയ്യിൽ ഒരുപാട് ആളുകൾ താങ്ങി പിടിച്ച് നിൽക്കണം. നിങ്ങൾ ചെയ്യരുത്. പോണ പോക്കിൽ ഒരു ചേടത്തിയമ്മ പറഞ്ഞു, എല്ലാത്തിനും തർക്കുത്തരേ ഉള്ളൂ, അതെന്നെ 8ൽ ഒട്ടിയെന്ന്. ഞാൻ 8ാം ക്ലാസ്സിൽ തോറ്റത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് 8ാം ക്ലാസ്സിൽ ഞാൻ തോറ്റത്. അപ്പൊ ഇതൊക്കെ ആ സമയത്തുള്ളതാണ്. പാല, ഞാൻ പേര് പറയുന്നില്ല, അവിടെ എനിക്കറിയാം. അവിടുത്തെ ഒരു കോളേജിലെ പ്രൊഫസർ എന്നെ കാണാൻ വന്നു, ഒരു സ്ത്രീ. ഡോക്ടർ അപ്പൊ എനിക്ക് ഹാർട്ടിന് ഒരു ചെറിയ കുഴപ്പമായിട്ട് ഒരു സ്റ്റെൻഡ് ഇട്ടിരിക്കുക. ഹാർട്ടിന് ക്യാൻസർ ഏകദേശം മാറി,
ആ സമയത്ത് ആ സ്ത്രീക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ വന്നു ഒരു വീൽ ചെയറിൽ എൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, ഓ കാണാൻ പറ്റിയില്ലോ, ഞാൻ പാലയിൽ ഇന്ന കോളേജിലാണ്, പ്രൊഫസറാണ്, ഇന്നസെന്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കിരിക്കത്തിലെ ആ കിട്ടുണ്ണി റാംജി റാവുലെ മാന്നാർ മാത്ത, അപ്പൊ എന്നെ പറ്റി ഇങ്ങനെ പൂഴ്ത്തി പറഞ്ഞ കേൾക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിന് വേണ്ടി വന്ന് ഞാൻ കാശും കൊടുക്കും. അങ്ങനെ എന്നെ പറ്റി ഇങ്ങനെ പൂഴ്ത്തി പറഞ്ഞു ഇപ്പൊ സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ട. ഞാൻ പറഞ്ഞു ഹാർട്ടിന് കുഴപ്പമായിട്ട് സ്റ്റെൻഡ് ഇട്ടു. എന്ത്? എന്റെ ബ്രദറിന് ക്യാൻസർ അല്ലേ ഇന്നെ, എന്നിട്ട് സ്റ്റെൻഡ് ഇട്ടു. ഇപ്പൊ എത്രാമത്തെ ദിവസം സ്റ്റെൻഡ് ഇട്ട്? ഞാൻ പറഞ്ഞു 3-ാമത്തെ ദിവസം. മറ്റേ 4-ാമത്തെ ദിവസം ആള് പോയിട്ടാ. എന്റെ മകനുണ്ട്, മകൻ എന്റെ മൂത്തിന് അവന് ചിരിയുള്ളൂ, കാരണം അവനറിയാം എനിക്കിതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്? അപ്പൊ അവര് ചോദിച്ചു, അതെന്തിനാ? ഒന്നിനല്ല, അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ആ യൂണിവേഴ്സിറ്റി എനിക്ക് കത്തിച്ചു കളയാനാന്ന് പറഞ്ഞു. സാമാന്യ ഒരു വിജ്ഞാനം നമുക്കൊക്കെ ഉണ്ടാവും. ഒരു രോഗിയെ കാണുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുക, അയൽവക്കത്തുണ്ടായ മരണത്തെ പറ്റി പറയുക. ഇന്ന് പഴയതുപോലെയല്ല. ഒരു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം. അതുപോലെ തന്നെ അസുഖം മാറുന്ന ക്യാൻസർ വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ തകരുകയാണ് ഇത് കേൾക്കുമ്പോൾ. അയ്യോ ക്യാൻസർ ആണല്ലോ, ഇനി എന്താണ്, ഇനി എന്ത് ചെയ്യും? അത് ആദ്യം മനസ്സിൽ നിന്ന് കളയണം. വെറുതെ ഒരു സമയത്ത് എനിക്ക് അസുഖം വന്നു, കുറച്ചു കഴിഞ്ഞപ്പോ എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു, ഏതായാലും ആസ്പത്രിയിലല്ലേ, അമ്മച്ചിയോട് ഒരു മാമോഗ്രാം ടെസ്റ്റ് നടത്താൻ പറ ആലീസിന്. ആലീസിനോട് ഞാൻ പറഞ്ഞു, മാമോഗ്രാം ടെസ്റ്റ് നടത്തണം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്തനാർബുദം അത് വരും. നമുക്കത് അറിയില്ല നമുക്ക് തുടങ്ങിയിട്ടുണ്ടോ എന്ന്. കാരണം അതിന് പ്രത്യേകിച്ചൊരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് കടിക്കേ ഒരു ചൊറിച്ചിലോ ഒന്നുമില്ല. നാളുകൾ കഴിയുമ്പോഴാണ് അറിയുന്നത്. ഡോക്ടറെ അടുക്ക് പോകുന്നു, ചെറുതായിട്ടൊരു തരിപ്പ് കാണുമ്പോൾ ചെല്ലും. അപ്പോഴാണ് ഡോക്ടർ തൊട്ട് നോക്കിയ ശേഷം പറയും, അല്ല ക്യാൻസറാണ്, അർബുദമാണ്. അപ്പൊ ഇനി എല്ലായിടത്തേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഇടയ്ക്ക് പോയി ഈ മാമോഗ്രാം ടെസ്റ്റ് ഒരു 1.5 വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യണം. 10-35 വയസ്സായവർ തൊട്ടേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ, പാവപ്പെട്ടവരായിരുന്ന ആളുകൾക്ക് 1500-2000 രൂപ കൊടുത്ത് ഇത് ചെയ്യാനായിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഇതൊന്നും ഇല്ല എന്ന് കേൾക്കുമ്പോൾ കാശ് നഷ്ടമായല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആലീസിനെ ഈ ടെസ്റ്റ് നടത്തി അവർക്കും ക്യാൻസർ തുടങ്ങി എന്ന് നമ്മൾ അറിഞ്ഞു. ഡോക്ടർ ഗംഗാധരനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാനും ആലീസും മക്കളും കൂടെ ഒരു ചായ കുടിക്കുകയായിരുന്നു ഹോട്ടലിൽ. എന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴാണ് ഡോക്ടർ ഗംഗാധരൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ശരി ശരി ശരി. പക്ഷെ ആലീസ് എന്നോട് പറഞ്ഞു, ഡോക്ടർ ഗംഗാധരന്റെ ഫോണല്ലേ? അതെ, എനിക്കും ക്യാൻസർ ആണല്ലേ? അത് ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ അവൾക്ക് മനസ്സിലായി? ഞങ്ങൾ സ്വകാര്യത്തിൽ പറഞ്ഞത്. അതൊക്കെ നമ്മുടെ അടുപ്പം. അല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ മുഖത്തുള്ള കള്ളത്തരം പെട്ടെന്ന് മനസ്സിലാക്കിയത്. എന്തായാലും അവർക്കും ഈ അസുഖം വന്നു. തുടക്കമായിരുന്നു, അതുകൊണ്ട് അവരും ഭേദമായി. ഈ സമയത്താണ് 2 സിസ്റ്റേഴ്സ് വീട്ടിലേക്ക് വരുന്നത്. ആ സിസ്റ്റേഴ്സ് വന്ന് കൽക്കട്ടയിലുള്ളവരാണ്. ആ സിസ്റ്റർ എന്ന് പറഞ്ഞു, ഇന്നസെന്റ് മനപ്പൊരുത്തം. നമ്മൾ എന്താ, ആലീസിന് ക്യാൻസർ, ഇന്നസെന്റിന് ക്യാൻസർ. ആലീസിന് പ്രഷർ, ഇന്നസെന്റിന് പ്രഷർ. ആലീസിന് ഷുഗർ, ഇന്നസെന്റിന് ഷുഗർ. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട്? നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇല്ല. ആ മനപ്പൊരുത്തം കൊണ്ടാണ് ഇത് വന്നത്. അതുകൊണ്ട് ദൈവത്തിന് വിളിച്ച് നന്ദി പറയാൻ നിങ്ങൾ പറ. ദൈവത്തിനെ വിളിച്ചിട്ട് എന്താ പറയാ? ദൈവമേ, ആലീസിനും ഈ ക്യാൻസർ കൊടുത്തല്ലോ, നന്നായിട്ടോ എന്ന് പറയാൻ പറ്റും നമുക്ക്? ഇവർക്ക് തലയ്ക്ക് പ്രാന്തുണ്ട. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു.
അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് നടന്ന് ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ ഞാൻ വിളിച്ചവര്, സിസ്റ്റർ ഒന്ന് വന്നേ, എന്തേ? ദൈവത്തിനോട് നന്ദി പറയാൻ പോവാ. എന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം, തൊട്ടപ്പുറത്ത് വീട്ടിലെ ആട്ടോക്കാരൻ കൊച്ചാപ്പേട്ടന്റെ മരുമകൾ സുന്ദരി, ഞാൻ നടക്കാൻ ഇങ്ങനെ എന്റെ വീടിന്റെ മുറ്റത്ത് നടക്കുമ്പോ ഇടയ്ക്ക് അവര് തുണിയൊക്കെ കൊണ്ടിടാൻ വരുമ്പോ ചെറിയൊരു പുഞ്ചിരി ഞാൻ കൊടുക്കാറുണ്ട്. അവര് തിരിച്ചും തരാറുണ്ട്. ഒരു സുഖം. അവർക്കെങ്ങാനാണ് ഈ അസുഖം വന്നെങ്കിൽ ഇവര് പറയില്ലേ, ഞാനും അവരും തമ്മിലുള്ള മനപ്പൊരുത്തം കൊണ്ടാണ് ഇതുണ്ടായി എന്ന് പറയില്ലേ ഇവര്. അതുകൊണ്ടാണ് ദൈവത്തിനോട് നന്ദി പറയാം എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത്. ഒരുപാട് ക്യാൻസർ വാർഡിലെ ചിരി. ഞാൻ ഒരിക്കലും 5ാം ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തമാശ തോന്നും. ആലീസ് പറയും, ഇപ്പോ MP ആയതിനു ശേഷം ഈ A+ കിട്ടിയ കുട്ടികൾക്ക് ഷീൽഡ് കൊടുക്കുക, അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുക, അതിനൊക്കെ MP-നെ വിളിക്കും. അപ്പൊ ഞാൻ പോവും. ആലീസ് തലയിൽ കൈ വയ്ക്കും. ആ കുട്ടികളുടെ ഭാവി പോവല്ലോ ഈശ്വര, എനിക്ക് വരെ തോന്നാറുണ്ടത്. അപ്പോ ഓരോരുത്തർക്കും സമ്മാനം കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ ഇത്, അടുത്ത കൊല്ലം ആ കുട്ടി തോറ്റ ഈ പറഞ്ഞ മാതാപിതാക്കൾ പറയും, അന്ന് അയാളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിങ്ങനെയാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ പോകുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ ഞാനിപ്പോ ആലോചിക്കുക, 5ാം ക്ലാസ്സിലെ മലയാള പാഠാവലി ഞാൻ എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന അതും കൂടെ ആ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുസ്തകത്തിലുള്ളത് കാണാപ്പാഠം പഠിക്കലല്ല. ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത്, അതൊക്കെ വളരെ 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 വലുതാണ്. അതുകൊണ്ടാണ് ആ പാഠം 3-4 വർഷമായിട്ട് ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നു. എൻ്റെ മകന്റെ കുട്ടികൾ ആ പാഠം വായിക്കുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് മുറിയിലിരുന്ന് പതുക്കെ ചിരിക്കും. ഒരു സുഖം. എന്താണ് എന്ന് ചോദിച്ചാൽ അവര് പറയും, ഇന്നസെന്റ് എങ്ങനെയാണ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ അഭിമുഖീകരിച്ചത്. അത് കേൾക്കാനുള്ളൊരു സുഖം സ്വന്തം മകന്റെ കുട്ടികളുടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടതാണ്. പിന്നെ ഞാനൊരു MP ആയി. ഞാനൊരു MP ആവണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഞാൻ ഇലക്ഷൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനും സമ്മതിച്ചു. MP ആയി അല്ലെങ്കിൽ MLA ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കടപ്പാടുകൾ നമുക്ക് അവരോടുണ്ട്, നിങ്ങളോടുണ്ട്. അതെന്ത് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളും ഉണ്ടാവാം. അപ്പൊ അതിനിടയിലാണ് ഒരു പ്രാവശ്യം ക്യാൻസർ വന്നു, അത് മാറി. 2ാമത്തെ പ്രാവശ്യവും എനിക്ക് ക്യാൻസർ വന്നു, അതും മാറി. അപ്പോഴാണ് ഈ ഇലക്ഷൻ. അന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. ഒരാളന്ന് പ്രസംഗിച്ചു, എന്തിനാ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണേ, അദ്ദേഹം എത്ര നാൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എനിക്ക് ഒരു തമാശ തോന്നി. അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന ആൾ തന്നെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മതി. നമ്മൾ പറയേണ്ട രീതികള്, പറയേണ്ട കാര്യങ്ങള്, അതിനൊക്കെ മര്യാദകളും ഒക്കെ നമുക്ക് വേണം. അതൊക്കെ ഞാനൊരു നേരം പോക്കിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എലക്ഷൻ ജയിച്ചപ്പോ എനിക്ക് തോന്നി, നമുക്ക് ചില കടപ്പാടുകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് മാമോഗ്രാം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് അവർക്ക് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലായത്. നമ്മുടെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് നടത്താൻ വേണ്ടി പോവില്ല, അതിനുള്ള പണം വേണം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും 5 സ്ഥലങ്ങളിൽ ഞാൻ മാമോഗ്രാം മെഷീൻ കൊടുത്തു. അങ്കമാലി, പെരുമ്പാവൂർ, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, എന്നുള്ള സ്ഥലങ്ങളിൽ ആലുവ 3 ചില്ലുവാനും കോടി രൂപ ചെലവ് ചെയ്ത് 5 സ്ഥലങ്ങളിൽ മാമോഗ്രാം മെഷീൻ കൊടുത്തു. അവർക്കൊക്കെ അവിടെ പോയി ഈ ടെസ്റ്റ് നടത്താം. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും?
അതിനല്ലേ ദൈവം എനിക്കും എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഈ അസുഖം തന്നത്. സിനിമയിലും കുറെ കാലം അഭിനയിച്ചു, അതിൽ നിന്നും കുറച്ച് ഒരു മാറ്റം. ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തായാലും അതൊക്കെ ചെയ്യുന്നു. പിന്നെ ഈ അസുഖം ഉള്ള സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിരവധി ആളുകളുണ്ട്, എന്നെ പരിചയമില്ലാത്ത ആളുകൾ. അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ശക്തിയുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവർ മനസ്സിൽ പറയാം മര്യാദകളൊന്നും, മനസ്സിലായില്ലേ? ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അപ്പൊ എന്തായാലും ഇവിടെ വന്നു. ഇതിന് ഈ അസോസിയേഷൻ, ചുനക്കര അസോസിയേഷൻ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ഗൾഫിൽ പോകുന്ന ആളുകൾ, അവർക്ക് മാത്രം അവരുടെ പണം ഉണ്ടാക്കി, അവർക്ക് വലിയ വീടുണ്ടാക്കി, അവരുടെ മക്കൾ നല്ല കാറിൽ നടക്കുക, ഇതൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇവിടെ ചുനക്കര എന്ന് പറയുന്ന സ്ഥലത്തെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ളവരെ മുഴുവനും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ചെയ്യേണ്ടത് അസുഖബാധിതരായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അവർക്ക് മരുന്ന് കൊടുക്കുക. ആശ്വസിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല. ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു കുട്ടി മുടി വടിച്ച് 6 വയസ്സായിട്ടുള്ള കുട്ടി അവരുടെ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത്. ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവര് പറഞ്ഞു ക്യാൻസറാ, മാത്രമല്ല 3 കീമോ കഴിഞ്ഞു, ഇനി 3 എണ്ണം കൂടെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു അതെപ്പോഴാ? അതിനുള്ള കാശില്ല ഞങ്ങളുടെ കയ്യില്. അപ്പോഴും ആ കുട്ടി എന്നെ ചുറ്റിപ്പറ്റി നടക്കുക. അങ്ങനെ അവസാനം 7 വയസ്സുണ്ടാവും, എന്നെ ഞോണ്ടി ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. അവന്റെ അമ്മയോട് എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം ഇതായിരുന്നു, അസുഖമായത് കൊണ്ടല്ലേ നമുക്ക് ഈ മാമനെ കാണാൻ സാധിച്ചത് എന്നാണ്. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം